സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ മൊഡ്യൂൾ 1 പാർട്ട് 7 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയഫ്രം സ്പ്രിംഗ് ടൈപ്പ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ദി ഡയഫ്രം ക്ലച്ച്. ചില സമയത്ത് കമ്പാരിസൺ ഓഫ് ഡയഫ്രം ക്ലച്ച് വിത്ത് കോയിൽ സ്പ്രിംഗ് ടൈപ്പ് ക്ലച്ച് എന്നും ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഡയഫ്രം ക്ലച്ച് ഓവർ കോയിൽ സ്പ്രിംഗ് ടൈപ്പ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ വരാം. അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഡയഫ്രം ക്ലച്ച് അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ കമ്പാരിസൺ ഓഫ് ഡയഫ്രം ക്ലച്ച് ഓവർ കോയിൽ സ്പ്രിംഗ് ടൈപ്പ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് അങ്ങനെ ചോദിക്കുക. അല്ലെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ഡയഫ്രം ക്ലച്ച് ഓവർ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ആൻസർ അതിൻ്റെ ഡയഫ്രം ക്ലച്ച് കോയിൽ സ്പ്രിംഗ് ടൈപ്പ് ക്ലച്ചുമായിട്ടുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. മെയിനായിട്ട് അഡ്വാൻറ്റേജസ് മാത്രമേ ഉള്ളൂ, ഡിസഡ്വാൻറ്റേജസ് കുറവാണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് മോർ കോമ്പാക്ട് ദാൻ അതർ ഡിസൈൻസ്. കോയിൽ സ്പ്രിംഗ് ടൈപ്പ് ക്ലച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കോയിൽ സ്പ്രിംഗ് ടൈപ്പ് ക്ലച്ചുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ കോമ്പാക്റ്റ് ആണ്. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കോയിൽ സ്പ്രിംഗ് ടൈപ്പ് ക്ലച്ചിൽ ഒരുപാട് കോയിൽ സ്പ്രിങ്സ്, റിലീസ് ലിവേഴ്സ്, ഒരുപാട് കമ്പോണൻസ് എക്സ്ട്രാ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ സൈസ് കോയിൽ സ്പ്രിംഗ് ഒക്കെ ആകുമ്പോൾ തന്നെ അതിൻ്റെ സൈസ് കൂടി. എന്നാൽ ഇതിലെന്താണ് ആ കോയിൽ സ്പ്രിങ്ങും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഒഴിവായി അല്ലേ. അപ്പോൾ ഇതിൽ വെറും അതിന് പകരം ഒറ്റ ഡയഫ്രം സ്പ്രിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ ഷേപ്പും സൈസും തന്നെ മനസ്സിലായി. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസ്ക്കാണ്. അപ്പോൾ അത് വളരെ കോമ്പാക്റ്റ് ആണ്. കോയിൽ സ്പ്രിംഗ് ടൈപ്പ് ക്ലച്ചുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കോമ്പാക്റ്റ് ആണ്. അതുപോലെ തന്നെ മറ്റു ക്ലച്ചുകളെ കമ്പയർ ചെയ്യുമ്പോഴും ഡയഫ്രം സ്പ്രിംഗ് ടൈപ്പ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത് വളരെ കോമ്പാക്റ്റ് ആണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഈസിയർ ടു ബാലൻസ് റൊട്ടേഷണലി ആൻഡ് ഈസ് less subjected to unwanted effects due to centrifugal force at higher rotational speeds. എന്താണ് പറഞ്ഞത്? ഈസിയർ ടു ബാലൻസ് റൊട്ടേഷണലി. ഏതൊരു സംഭവം കറങ്ങുന്ന സമയത്ത് അതിനൊരു റൊട്ടേഷണൽ ബാലൻസ് വേണം, ഡൈനാമിക്കൽ ബാലൻസ് പറയും. അപ്പോൾ ആ റൊട്ടേഷണൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞ കോയിൽ സ്പ്രിംഗ് ടൈപ്പ് ക്ലച്ച് ആണെങ്കിൽ അതിന് ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസിൻ്റെ ഓരോന്നിൻ്റെയും വെയിറ്റും ഇതൊക്കെ അനുസരിച്ച് റൊട്ടേഷൻ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം എന്താണ് അതിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസിൻ്റെയും വെയിറ്റുകൾ ഈക്വൽ ആയിട്ടില്ലെങ്കിൽ അതിന് റൊട്ടേഷണൽ ബാലൻസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അൺവാണ്ടഡ് എഫക്ട്സ് ഉണ്ടാവും ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം, എന്നാൽ പ്രത്യേകിച്ച് ഹൈ റൊട്ടേഷണൽ സ്പീഡ്സിൽ. എന്നാൽ ഈ ഒരു ഡയഫ്രം സ്പ്രിംഗ് ടൈപ്പ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആകുമ്പോൾ അതിലാകെ ഡയഫ്രം സ്പ്രിംഗ് മാത്രമേ ഉള്ളൂ, ഒരുപാട് കമ്പോണൻസ് ഒഴിവായി. അപ്പോൾ ആ ഡയഫ്രം സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഭവമാണ്. അതിന് റിലീസ് ലിവേഴ്സ് ഒക്കെ അതിന്മേൽ തന്നെയാണ്. അതിൻ്റെ റിലീസ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് ആ ഡയഫ്രം സ്പ്രിങ്ങിൻ്റെ സെൻറ്റർ ഭാഗത്തെ ആ കട്ടിങ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേറെ റിലീസ് ലിവേഴ്സ് ഒന്നിൻ്റെ ആവശ്യമില്ല, ഒരുപാട് കമ്പോണൻസ് ഒഴിവായി. അതുമാത്രമല്ല അത് ഒറ്റ യൂണിറ്റ് ആയതുകൊണ്ട് അത് സിമ്പിൾ വെയ്റ്റ്ലെസ്സും ആണ് മറ്റേതുമായി കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ബാലൻസ് ചെയ്തുണ്ടാക്കി കഴിഞ്ഞാൽ യൂണിഫോം വെയ്റ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ റൊട്ടേഷണൽ ഇൻബാലൻസിങ് ഒന്നും വരില്ല. ഈസിയറായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം അൺവാണ്ടഡ് എഫക്ട്സ് ഒന്നും അതിൽ സബ്ജക്റ്റ് ചെയ്യില്ല, അതുമായി ബന്ധപ്പെടില്ല, അത് ലെസ് സബ്ജക്റ്റഡ് ആണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ കൂടുതൽ ഈസിയറായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അടുത്ത പോയിന്റ്. നെക്സ്റ്റ്, ഇറ്റ് ഗീവ്സ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് പ്രഷർ ഓൺ ദി പ്രഷർ പ്ലേറ്റ്. മറ്റു ക്ലച്ചിൽ നിന്ന് വ്യത്യസ്തമായി, പ്രത്യേകിച്ച് കോയിൽ സ്പ്രിംഗ് ടൈപ്പ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ആ പ്രഷർ പ്ലേറ്റുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ പ്രഷർ ആക്ട് ചെയ്യും. കാരണം മറ്റേ കോയിൽ സ്പ്രിംഗ് ടൈപ്പ് ക്ലച്ച് ആകുമ്പോൾ ഓരോ കോയിൽ സ്പ്രിങ്ങിൻ്റെയും ഫോഴ്സാണ് നമ്മൾ മൊത്തത്തിൽ പ്രഷർ പ്ലേറ്റിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കോയിൽ സ്പ്രിങ്ങിൻ്റെ കംപ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ഒന്നിൻ്റെ കൂടുതൽ ഒന്നിന് കുറവായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഏതെങ്കിലും വ്യത്യസ്തമായി കഴിഞ്ഞാൽ യൂണിഫോം പ്രഷർ കിട്ടൂല. എന്നാൽ ഇത് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഭവം സർക്കുലർ ആയിട്ടുള്ള ഒരു ഡയഫ്രം സ്പ്രിങ് ആണ്. അതിൻ്റെ എല്ലായിടത്തും ഒരുപോലെ നമ്മൾ ആ ഒരു ഈസിയറായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ, എല്ലായിടത്തും ഒരുപോലെ വെയിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് വെച്ചിട്ട് നമുക്ക് ഈ എല്ലായിടത്തും ഒരുപോലെ പ്രഷർ കൊടുക്കാൻ കഴിയും. ഈസിയറായിട്ട്, അത് ഒറ്റ യൂണിറ്റ് ആയതുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ പ്രഷർ കൊടുക്കാൻ കഴിയും. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് പ്രഷർ ഓൺ ദി പ്രഷർ പ്ലേറ്റ്, ഇറ്റ് ഗീവ്സ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് പ്രഷർ ഓൺ ദി പ്രഷർ പ്ലേറ്റ്. അതുകൊണ്ടുള്ള മെച്ചം എന്താ, അങ്ങനെ യൂണിഫോം പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് ഡിസ്ക് അഥവാ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്തത് നമ്മൾ ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മെയിൻ കമ്പണൻറ്റ്, അതിൻ്റെ തേയ്മാനം എല്ലായിടത്തും ഒരുപോലെയാവും. തേയ്മാനം അവിടെയും ഇവിടെയും കൂടുതലും കുറവുണ്ടാവില്ല, അതിൻ്റെ ലൈഫ് കൂടും. നെക്സ്റ്റ്, നോ നീഡ്സ് റിലീസ് ലിവേഴ്സ്. റിലീസ് ചെയ്യാൻ ക്ലച്ച് പെടൽ ആവശ്യമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. റിലീസ് ലിവേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ഇതിൻ്റെ അകത്തുള്ള നമ്മൾ ആ കോയിൽ സ്പ്രിങ് ടൈപ്പ് ക്ലച്ച് ആകുമ്പോൾ അതിന് ഒരുപാട് റിലീസ് ലിവേഴ്സിൻ്റെ ആവശ്യമുണ്ട്. കോയിൽ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യണമെങ്കിൽ ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ഈ ഡയഫ്രം സ്പ്രിങ്ങിനെ എന്താണ്, അതിൽ തന്നെ അതിൻ്റെ ഫിംഗേഴ്സ് തന്നെ എന്താണ് റിലീസ് ലിവേഴ്സായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് സെപ്പറേറ്റ് റിലീസ് ലിവേഴ്സിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ്, മിനിമം എഫേർട്ട് ഈസ് സഫിഷ്യൻറ്റ് ടു ഡിസെൻഗേജ് ദ ക്ലച്ച്. കോയിൽ സ്പ്രിങ് ടൈപ്പ് ക്ലച്ച് ആകുമ്പോൾ ആ ഓരോ സ്പ്രിങ്ങിനെയും കംപ്രസ് ചെയ്യാനുള്ള ഫോഴ്സ് ആവശ്യം, അത്രയും നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് പെടൽ അമർത്തണം. എന്നാൽ ഡയഫ്രം സ്പ്രിങ് ആകുമ്പോൾ അത്യാവശ്യം അത് എന്താണ് പ്രഷർ എക്സേർട്ട് ചെയ്യുമെങ്കിലും അതിനെന്താണ് നമ്മൾ റിലീസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു പ്രഷർ കൊടുത്താൽ തന്നെ എന്താണ് ചെറിയൊരു എഫേർട്ട് കൊടുത്താൽ തന്നെ ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യാൻ കഴിയും. അതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ഡയഫ്രം സ്പ്രിങ് ടൈപ്പ് ക്ലച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് മിനിമം നമ്പർ ഓഫ് മൂവിങ് കമ്പോണൻറ്റ്സ് ആൻഡ് ഹെൻസ് മിനിമം ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഈസ് എക്സ്പീരിയൻസ്ഡ്. മൂവിങ് കമ്പോണൻറ്റ്സ് അതിൻ്റെ അകത്ത് കുറവാണ്. കാരണം നേരത്തെ പറഞ്ഞു മറ്റേലെന്താണ് കംപ്രഷൻ കോയിൽ സ്പ്രിങ് ഉണ്ട്, റിലീസ് ലിവേഴ്സ് ഉണ്ട്, റിലീസ് പിന്നുണ്ട്, അതുപോലെ റിലീസ് ലിവർ പ്ലേറ്റ്, അങ്ങനെ ഒരുപാട് കമ്പോണൻറ്റ്സ് ഉണ്ട്. എന്നാൽ ഇതിലെന്താണ് അങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഒന്നും ഇല്ല. ആകെ ഈ ഒരു ഡയഫ്രം സ്പ്രിങ് മാത്രമേ മെയിനായിട്ടുള്ളൂ. പിന്നെ ഒരു ഫൾക്രം, ആ ഡയഫ്രം സ്പ്രിങ്ങാണ് അവിടെ ചലിക്കുന്ന ആൾ, പിന്നെ റിലീസ് ബെയറിങ്ങും. അപ്പോൾ അവിടെ മിനിമം നമ്പർ ഓഫ് കമ്പോണൻസ് ആയതുകൊണ്ട്, അതിൻ്റെ മൂവിങ് കമ്പോണൻസ് ആയതുകൊണ്ട് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ മിനിമം ആവും, എഫിഷ്യൻസി മാക്സിമം ആവും. നെക്സ്റ്റ്, ലാസ്റ്റ് പോയിന്റ്, ദിസ് ഈസ് വെരി കോമൺലി യൂസ്ഡ് ഇൻ കാർസ് ലൈറ്റ്. ഇത് നമ്മൾ കമ്പാരിസൺ പറയുമ്പോഴാണ് ഇത് മെയിനായിട്ട് പറയേണ്ടത്. കോമൺലി ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കാറുകൾ, ലൈറ്റ് വെഹിക്കിൾസിൽ, മിനി ട്രക്സ്, ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ് ഡയഫ്രം സ്പ്രിങ് ടൈപ്പ് ക്ലച്ചാണ്. എന്നാൽ ഹെവി വെഹിക്കിൾസിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് കോയിൽ സ്പ്രിങ് ടൈപ്പ് ക്ലച്ചാണ്. കാരണം അവിടെ വളരെ ഹൈ ലോഡ് കൊടുക്കേണ്ട ആവശ്യമുള്ളിടത്ത് നമുക്ക് ഈ ഡയഫ്രം സ്പ്രിങ്ങിൻ്റെ സ്ട്രെങ്ത് മതിയാവാതെ വരും. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത്. വളരെ ഹൈ ഫോഴ്സ് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടടുത്ത് നമുക്ക് കോയിൽ സ്പ്രിങ് തന്നെ കൊടുക്കേണ്ട ആവശ്യം വരും. എന്താണ് കൂടുതൽ സ്ട്രെങ്ത് ഉള്ള കോയിൽ സ്പ്രിങ്സ് കൊടുത്താലേ നമുക്ക് അവിടെ എഫക്റ്റീവായിട്ട് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡയഫ്രം സ്പ്രിങ് ടൈപ്പിൻ്റെ ക്ലച്ചിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൾട്ടി പ്ലേറ്റ് ക്ലച്ചസ് ആണ്. അപ്പം മൾട്ടി പ്ലേറ്റ് ക്ലച്ചസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും പറയണം. അതിൻ്റെ മുന്നേ അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ മൾട്ടി പ്ലേറ്റ് ക്ലച്ചസ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? നമ്മൾ ഈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് മൾട്ടി പ്ലേറ്റ് ക്ലച്ച്. സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ എക്സ്റ്റൻഷൻ, അതെന്താണ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു എന്താണ് കോപ്പി തന്നെ, അത് തന്നെയാണ്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ എന്താണ് അതിൻ്റെ പ്ലേറ്റുകളുടെ എണ്ണം കൂട്ടി, അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ തന്നെയാണ് മൾട്ടി പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ കൺസ്ട്രക്ഷനിൽ ചെറിയൊരു കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് പ്ലേറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെ എന്താണ് ഒന്നിലധികം ക്ലച്ച് പ്ലേറ്റുകൾ യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ മൾട്ടി പ്ലേറ്റ് ക്ലച്ച് എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് എന്താ മെച്ചം, നമ്മൾ ഒരു കാറിൻ്റെ കേസിൽ നമുക്കൊരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്
സാധാരണ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് നമ്മൾ അതിൻ്റെ സ്പേസൊക്കെ വലിയ സ്പേസ് ഒന്നും ആവശ്യമില്ല. എന്നാൽ വളരെ ഹൈ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വെഹിക്കിൾസ്, സ്പോർട്സ് വെഹിക്കിൾസ്, അതുപോലെ നമുക്ക് സ്പേസ് വളരെ കുറഞ്ഞ ബൈക്കിൻ്റെ കേസിൽ നമ്മളൊരു കാറിൽ യൂസ് ചെയ്യുന്നത് പോലത്തെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് യൂസ് ചെയ്യാൻ കഴിയില്ല. ഇനി അതല്ല അതിലാറ് ചെറുത് കൊടുത്തു കഴിഞ്ഞാലും അതിൽ സ്പേസ് കുറവാണ്. അപ്പം നമുക്ക് എന്താണ് വലിപ്പം കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഒരേ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരേ ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അതിൻ്റെ വലിപ്പം കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൽ മതി? എണ്ണം കൂട്ടിയാൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഒരു ചെറിയൊരു ബെഞ്ച് അല്ലെങ്കിൽ ഒരു ഡെസ്ക് ഒരു നല്ല ശക്തിയുള്ള ഒരു വലിയ ആൾ വന്ന് എടുക്കുകയാണെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയും. എന്നാൽ അത് തന്നെ അതേ ചെറിയ ബെഞ്ച് അല്ലെങ്കിൽ ഡെസ്ക് നമുക്ക് ചെറിയൊരു ഡോറിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകണം. അപ്പോൾ അവിടെ വലിയ ആൾക്ക് അതിൻ്റെ ഉള്ളിൽ പോകാൻ കഴിയില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? വലിയ ആൾക്ക് പകരം 2-3 ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികൾ ഒരു 4-5 കുട്ടികൾ വന്നിട്ട് ആ ഡെസ്ക് നമ്മൾ എടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അപ്പോൾ ആ വലിയ ആൾ ചെയ്യുന്ന അതേ വർക്ക് ഒരു 3-4 ചെറിയ കുട്ടികൾ ചെയ്യുന്നു. ഇതുപോലെ നമ്മൾ വലിയ ഹൈ ടോർക്ക് ട്രാൻസ്മിഷൻ ചെയ്യുന്ന സമയത്തും അതുപോലെ സ്പേസ് തീരെ ഇല്ലാത്ത സ്ഥലത്തും. ഇപ്പോൾ ബൈക്കിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ചെറിയ അത്യാവശ്യം വലിയ ടോർക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ടോർക്കുണ്ട്. ആ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആണെങ്കിൽ കുറച്ച് വലിയ സൈസിൽ വെക്കേണ്ടി വരും. അത് നമ്മൾ ഇതിൻ്റെ ഗിയർ ബോക്സ് അസംബ്ലിൻ്റെ അകത്ത്, ബൈക്കിൻ്റെ ഗിയർ ബോക്സ് അസംബ്ലിൻ്റെ അകത്ത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് കുറച്ച് വലുത് വെക്കണമെങ്കിൽ സ്പേസ് ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ ചെറുതാക്കണം. അതിനെന്താ വഴി? നമ്മൾ എണ്ണം കൂട്ടുക. അതാണ് നമ്മൾ എന്ത് ചെയ്തു? ക്ലച്ച് പ്ലേറ്റുകളുടെ എണ്ണം കൂട്ടി. അതാണ് മൾട്ടി പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത്. ഇനി ഒരു വലിയ സ്പോർട്സ് കാറാണ്, അവിടെ നമുക്ക് ഹൈ ടോർക്ക് ട്രാൻസ്മിഷൻ ഉണ്ട്. അവിടെ നമ്മൾ വലിയ ഒരു ക്ലച്ച് യൂസ് ചെയ്തു. അപ്പോൾ നമ്മളവിടെ വളരെ കൂടുതൽ സ്പേസ് നഷ്ടപ്പെടും. അപ്പോൾ വളരെ വലിയ ടോർക്ക് ട്രാൻസ്മിഷൻ, വലിയ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് യൂസ് ചെയ്യുന്ന പകരം നമുക്ക് കുറച്ച് സൈസ് കുറക്കാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് എണ്ണം കൂട്ടി. അപ്പോൾ ചില ഹൈ ടോർക്ക് ആപ്ലിക്കേഷൻസ് സ്പോർട്സ് കാറ്, റേസിംഗ് കാറുകളിലും അതുപോലെ ബൈക്കുകളിൽ കോമൺ ആയിട്ടും കാണുന്നതാണ് മൾട്ടി പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലേറ്റുകളുടെ എണ്ണം കൂട്ടി. അപ്പോൾ പ്രഷർ പ്ലേറ്റ്, നമ്മളൊരു പ്രഷർ പ്ലേറ്റ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ക്ലച്ച് പ്ലേറ്റിൻ്റെ ഇടയിലൊക്കെ ഓരോ മെറ്റൽ പ്ലേറ്റുകളും കൊടുത്തു. ഫ്രിക്ഷണൽ പ്ലേറ്റ് പ്ലസ് മെറ്റൽ പ്ലേറ്റ്, ഇതിങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് കൊടുത്തിട്ടാണ് ഒരു മൾട്ടി പ്ലേറ്റ് ക്ലച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് മൾട്ടി പ്ലേറ്റ് ക്ലച്ച് വന്നത്, എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ കൂടുതൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിൾസിലും ചെറിയ പഴയ സ്കൂട്ടറുകൾ അതുപോലെ തന്നെ അങ്ങനത്തെ വെഹിക്കിൾസിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ റേസിംഗ് കാറുകൾ, ചില ഹെവി വെഹിക്കിൾസ്, വളരെ ഹൈ ടോർക്ക് ആപ്ലിക്കേഷൻസ് വരുന്നിടത്തും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സ്പേസ് ഇപ്പോൾ ഹെവി വെഹിക്കിൾസിൽ അത്ര ഉണ്ടാവില്ല, എന്നാലും കൂടുതൽ വരുന്നത് റേസിംഗ് കാറുകളാണ്. കാരണം റേസിംഗ് കാറാകുമ്പോൾ വളരെ ഹൈ ടോർക്കാണ്, പക്ഷെ എന്നാൽ അത്ര വലിയ സൈസൊന്നും ഉണ്ടാവില്ല ഒരു റേസിംഗ് കാർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്താണ് കൂടുതൽ നമ്മൾ മൾട്ടി പ്ലേറ്റ് ക്ലച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി ഇതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.